സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പങ്കെടുത്തതിനു ശേഷം പുറത്തേക്ക് വന്ന ജാൻമണി നിരവധി അഭിമുഖങ്ങളിലൂടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുകയാണ്. അതിനൊപ്പം തന്നെക്കുറിച്ച് വന്ന ട്രോളുകൾക്കും താരം മറുപടി പറയുന്നുണ്ട്. ഈ സീസണിന്റെ തുടക്കം മുതൽ ഏറ്റവും അധികം പരിഹസിക്കപ്പെടുകയും വിമർശനങ്ങൾ കേൾക്കേണ്ടതായിട്ടും വന്ന മത്സരാർത്ഥിയായിരുന്നു ജാൻമണി. അവർ പറഞ്ഞ ഡയലോഗുകൾ വലിയ രീതിയിൽ ട്രോളായി മാറിയിരുന്നു. സത്യത്തിൽ ബിഗ് ബോസിനകത്ത് പോയതിനു ശേഷം സംഭവിച്ചത് എന്താണെന്ന് താരം പറയുകയാണിപ്പോൾ. നടിയും അവതാരകയുമായ രഞ്ജിനി ഹരിദാസിനൊപ്പം സംസാരിക്കുന്ന ജാൻമണിയുടെ വീഡിയോയാണ് ശ്രദ്ധേയമാകുന്നത്. ഏറെ കാലമായി രഞ്ജിനിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ജാൻമണി. രഞ്ജിനിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ്. എനിക്ക് ജാൻമണിയെ നന്നായി അറിയാം, അതുകൊണ്ട് എന്നോട് കള്ളം പറയാൻ പറ്റില്ല. സത്യസന്ധമായി കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിനി ജാൻമണിയോട് സംസാരിച്ചു തുടങ്ങുന്നത്. ബിഗ് ബോസ് ഷോയിൽ പോകുക എന്നത് ജാൻമണിയുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. പലപ്പോഴും തന്നോട് അത് പറഞ്ഞിട്ടുണ്ടെന്നും രഞ്ജിനി പറയുന്നുണ്ട്. എന്നാൽ ജാനിന്റെ യഥാർത്ഥ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് താൻ അക്കാര്യം മൈൻഡ് ചെയ്തില്ലെന്നാണ് രഞ്ജിനി പറയുന്നത്. അവസാനം ജാനിനെ സഹായിച്ചത് കഴിഞ്ഞ സീസണിൽ മത്സരിച്ച ശോഭ വിശ്വനാഥാണ്. ശോഭ വഴിയാണ് ബിഗ് ബോസിലേക്ക് താൻ പോകുന്നതെന്നാണ് ജാൻമണി പറയുന്നത്. പക്ഷേ താൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല ബിഗ് ബോസ് ഹൗസ്. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായിരുന്ന ആവേശമെല്ലാം നഷ്ടപ്പെട്ടു. സഹമത്സരാർത്ഥിയായ രതീഷുമായി വഴക്ക് കൂടിയതോടെ ബിഗ് ബോസിനകത്തെ എല്ലാവരുടെയും ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു. എന്നാലും അവിടെയുള്ള എല്ലാവരോടും തനിക്ക് സ്നേഹമായിരുന്നു. എല്ലാവരെയും പരിഗണിക്കാനാണ് തനിക്കിഷ്ടം. ബിഗ് ബോസിലേക്ക് ചെന്ന് 2 ദിവസം കഴിഞ്ഞതോടെ അവിടെ ക്യാമറ ഉള്ള കാര്യമെല്ലാം മറന്നുപോയി. സത്യം പറഞ്ഞാൽ പലതവണ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. പിന്നീട് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ക്യാമറ മാറ്റാൻ തുടങ്ങിയെന്നും തമാശ രൂപേണ ജാൻമണി പറയുന്നു. അതേസമയം ജാൻമണിയെ കുറിച്ച് രഞ്ജിനിയും സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ തുടക്കത്തിലൊക്കെ ജാൻമണിയെ കണ്ടപ്പോൾ തനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻസി ടാസ്ക് കിട്ടിയ ആഴ്ച മുതലാണ് വെറുപ്പിക്കാൻ തുടങ്ങിയത്. തന്റെ സുഹൃത്താണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അതിനപ്പുറം ഒരു സഹോദര ബന്ധമുണ്ട്. എന്നാൽ പക്ഷേ അതിനുശേഷം വോട്ട് ചെയ്യാൻ തനിക്ക് പോലും തോന്നിയില്ല എന്നും രഞ്ജിനി പറയുന്നുണ്ട്. എന്റെ അമ്മയോട് പോലും ജാൻമണിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു. അതിന് മാത്രം എന്താണ് ആ ആഴ്ചയിൽ സംഭവിച്ചത് എന്ന് രഞ്ജിനി ജാൻമണിയോട് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല താൻ തെറി വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് ജാൻമണി പറഞ്ഞപ്പോൾ ശാപവാക്കുകൾ അതിനേക്കാൾ മോശമാണെന്നായിരുന്നു രഞ്ജിനിയുടെ മറുപടി. എന്നാൽ അത് പലപ്പോഴും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയതുകൊണ്ടാണെന്നും ജാൻമണി പറയുന്നുണ്ട്. ക്യാപ്റ്റൻസിയുടെ പ്രഷർ നല്ല രീതിയിൽ ഉണ്ടാകും. പിന്നെ അവിടെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ ഉപ്പ് പോലുമില്ലായിരുന്നു. തനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാതിരുന്നത് സിഗരറ്റ് കിട്ടാത്തതാണ്. അതാണ് തന്റെ സമ്മർദ്ദം കൂട്ടാനുള്ള കാരണമെന്നും ജാൻമണി വ്യക്തമാക്കി. അതേസമയം ആദ്യ ആഴ്ച തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു ജാൻമണി ദാസ്. എന്നാൽ ഹൗസിൽ ജാൻമണി നടത്തിയ ശാപവാക്കുകൾ വലിയ രീതിയിൽ ജാൻമണിയെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്തിരുന്നു. ജിൻഡോയുമായുള്ള ജാൻമണിയുടെ ജിൻജാൻ കോംബോയും പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ജാൻമണി പുറത്തായപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ജിൻഡോയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.